ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞാനത് നാട്ടിലായിരുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നല്ലോ, ആയുർവേദ ട്രീറ്റ്മെൻറ്റിനായിട്ട്. അപ്പോൾ അവിടെ ആയിരുന്ന കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. അപ്പം ഇടയിൽ നമ്മളെ ആരെങ്കിലും വിസിറ്റൊക്കെ ചെയ്യാൻ വരും. പ്രത്യേകിച്ച് എൻ്റെ ബ്രദർ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഈ മാങ്ങ. നല്ല ടേസ്റ്റുള്ള മാങ്ങയായിരുന്നു. നാട്ടിൽ വന്ന സമയത്ത് മാങ്ങയുടെ സീസണൊക്കെ ഏകദേശം കഴിഞ്ഞു എങ്കിലും കുറേ മാങ്ങ കിട്ടിയിരുന്നു കേട്ടോ. അയലത്ത് നിന്ന് അടുത്ത വീട്ടിൽ അമ്മാമ്മയൊക്കെ ഇഷ്ടം പോലെ മാങ്ങ തന്നു. അങ്ങനെ ഒരുപാട് മാങ്ങ കഴിച്ചിരുന്നു. ഇപ്രാവശ്യം എന്തായാലും കുറേ നാൾക്ക് ശേഷമാണ് നാട്ടിൽ വന്നിട്ട് ഒരുപാട് മാങ്ങ കഴിക്കാനും ഒക്കെ ചാൻസ് കിട്ടിയത്. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്നും എല്ലാ ദിവസവും ഓരോ മാങ്ങ വെച്ചൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എല്ലാ ടൈപ്പിലുള്ള മാങ്ങയും ഒരുപാട് കഴിച്ചു ഇപ്രാവശ്യം. ഇതിപ്പോൾ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് ബ്രദർ കൊണ്ടുവന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള മാങ്ങ. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അന്നേരം ഇങ്ങനെ കിട്ടിയപ്പോൾ എന്താ ഞാൻ വിചാരിച്ചു എല്ലാവരെയും ഒന്ന് പങ്കുവച്ചേക്കാം, ഷെയർ ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതൊരു ഇപ്പോൾ കാണുമ്പോൾ നാട്ടിലുള്ളവർ വിചാരിക്കുക എന്താണ് മാങ്ങ കിട്ടിയിട്ട് ഒന്നുമല്ല കേട്ടോ. പ്രവാസികളെ സംബന്ധിച്ച് നാട്ടിൽ നല്ല ടേസ്റ്റിയുള്ള മാങ്ങയൊക്കെ കൊണ്ടുവരുമ്പം വീട്ടിൽ നിന്നൊക്കെ കിട്ടുമ്പം എന്താ ടേസ്റ്റാണല്ലേ. അതുകൊണ്ട് ഞാനൊന്ന് ഷെയർ ചെയ്തെന്നുള്ള. ഓക്കെ, അപ്പം ഇന്ന് കൂടുതലും ഫുഡിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. ഇത് ഞാൻ മറ്റൊരു ദിവസം ഇതുപോലെ മന്ന എനിക്ക് ബൈസ്റ്റാൻഡറായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവൾ വന്ന സമയത്ത് പൊതിച്ചോറ് വാങ്ങാനിടയായി. അവിടെ ഒരു ഹോട്ടലിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളോട് കൂടി ഒന്ന് ഷെയർ ചെയ്യാം. ഉച്ചക്കലത്തെ ഊണ. അപ്പോൾ ഇന്ന് ഞാനും മോളും കൂടെ കഴിക്കാൻ പോവാം. എനിക്ക് കമ്പനിക്ക് വന്നതാണ് അവള്, ബൈസ്റ്റാൻഡർ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരോട് ചോറ് കഴിക്കാൻ പോവാം. ഹായ്, എങ്ങനെയുണ്ട് ഊണ്? ഇന്നലൊക്കെ ഞാൻ കുറേ കഴിച്ചു. ഇന്നത്തെയും അടിപൊളി. നമുക്ക് ആദ്യം തുടങ്ങാം. എന്തൊക്കെയാ? നാരങ്ങാച്ചറ്, പിന്നെ നമ്മുടെ താരമ്മയുടെ സൂപ്പർ പുളിഞ്ചിക്ക് അച്ചാറ്, മൈ ഫേവറേറ്റ്. ഇതെന്തോന്ന് അറിയില്ല. തീയല്, ഇതെന്തോ തോരൻ, അവിയൽ, മോര്, ചമ്മന്തി, സാമ്പാർ. ചമ്മന്തി. എന്റെ കോമ്പിനേഷൻ സാമ്പാറാണ്. ആദ്യമേ സാമ്പാർ ടേസ്റ്റ് വേറെ ലെവലാണ്. എന്നിട്ട് നാരങ്ങ അച്ചാർ എടുക്കണം. നാരങ്ങ എടുത്തിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് കഴിക്കൂ. ഒരു പുളി, ഒരു അച്ചാറും, അല്ല സോറി ചമ്മന്തി, പപ്പടം ഉണ്ട് ഇതിനകത്ത്. മിക്സ്ഡ് ആണ്, വേറൊന്നും എനിക്ക് വേണ്ട. അത് നമ്മൾ എടുത്തിട്ട് ഇനി അമ്മേൻ്റെ ടേൺ. അമ്മ കഴിക്കുന്ന കുറച്ച് വൃത്തിയോടെയാണ് ഗൈസ്. ചമ്മന്തി, തീയല്, അവിയല് എല്ലാം ഉണ്ട്. അമ്മ എല്ലാം മിക്സ് ആക്കും. പക്ഷെ ഞാൻ സാമ്പാറാണ്. സാമ്പാറും അച്ചാറും മാത്രം കഴിക്കുന്നതാണ്. ഇന്ന് നിങ്ങളെ ലാസ്റ്റ് കാണിക്കാം പാത്രം. നമ്മളിവിടെ അടുത്ത റൂമിലെ താരമ്മ പുളി ഉണക്കിയിട്ട് അച്ചാറിട്ടാണ്. അടിപൊളിയാ. അതെന്നും ഞാൻ തീർക്കും മൊത്തം. അത് ഞങ്ങൾ എന്നും പോയി ഇനി വാങ്ങിച്ചോണ്ട് പോയി. ഞങ്ങളാണ് കൂടുതൽ കഴിച്ചതെന്ന് തോന്നുന്നു. സൂപ്പറായിരുന്നു. ലാസ്റ്റ് നിങ്ങളെല്ലാവരെയും കാണിക്കാം ഞങ്ങളുടെ പ്ലേറ്റ്, പാത്രം, പേപ്പർ. ബൈ. എങ്ങനെയുണ്ട് സംഭവം? ഇലയിലൊന്നുമില്ല, ആ വേസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. കുറച്ച് കറിവേപ്പില വേണ്ട, ഇതേ ഉള്ളൂ. കുറച്ച് അച്ചാറിന് ഒക്കെ ഉള്ളു. അങ്ങനെ എല്ലാം തീർന്നു. പക്ഷേ മോൻ ബാക്കിയുണ്ട്, അതിന് തീർക്കണമല്ലോ. എങ്ങനെ നമ്മൾ തീർക്കുന്നത്?
വേണ്ടല്ലോ അമ്മയ്ക്ക്? വേണ്ട. ഉറപ്പാണേ? ഉം. അങ്ങനെ ഞാൻ തീർത്തു. ഞങ്ങളെല്ലാം തീർത്തു ഗൈസ്. ജോജി ഞങ്ങൾ ചോറ് കഴിക്കുമായിരുന്നു കേട്ടോ. ഞാനും മിനി ചേച്ചിയും സൂപ്പർ കേട്ടോ. സൂപ്പർ ചോറ്, പൊതിച്ചോറായിരുന്നു. എല്ലാം ഞങ്ങൾ തീർത്തു. എല്ലാം തീർന്നു. ഇലയൊക്കെ കാലിയാ, എല്ലാം കഴിച്ചു. ഇന്ന് എല്ലാവരും നേരത്തെ കഴിച്ചായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ രണ്ടും ആയിപ്പോയി ബാലൻസ്. കേട്ടോ, മൊത്തം കഴിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ രാവിലത്തെ കഴിക്കാൻ പോവാ. ഇടിയപ്പം ആൻഡ് ഗ്രീൻ പീസ് കറി. ഇതിപ്പോൾ ഹോസ്പിറ്റലിനോട് ചേർന്നുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിയ ഫുഡാണ്. അവർ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ട് തരും. അപ്പം അത് കൂടാതെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മളെ വിസിറ്റ് ചെയ്യുമല്ലോ, വിസിറ്റേഴ്സ് ടൈം ഉള്ളപ്പോൾ. അപ്പോൾ അവർ വരുമ്പോഴൊക്കെ അവരുടെ വീട്ടിൽ നിന്നൊക്കെ നമുക്ക് പൊതിഞ്ഞ് ഇടയ്ക്ക് വല്ലപ്പോഴും അങ്ങനെയൊക്കെ കിട്ടും. അതാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചത് കേട്ടോ. കപ്പ പുഴുങ്ങിയതും ഉടച്ച ചമ്മന്തിയും അതുപോലെ തന്നെ വയണയിലയപ്പം, അങ്ങനെ ഒരുപാട് ഐറ്റംസ് കിട്ടി കേട്ടോ. ഇതുപോലെ ഒരുപാട് ഫുഡ് കൊണ്ട് തന്നവരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് എല്ലാം ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഇനി എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ എൻ്റെ സന്തോഷം ഞാനിവിടെ പങ്കുവെച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു, ബൈ.